നമസ്കാരം. ഓരോ ദേശസ്നേഹിയുടെയും നെഞ്ചു പൊള്ളിക്കുന്ന തരത്തിൽ സൈനികരുടെ വീരമൃത്യു വാർത്തകൾ കശ്മീരിൽ നിന്നും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ പ്രവഹിക്കുന്നതിന് പിറകെ കത്വ ജില്ലയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഒരു പോലീസുകാരനടക്കം 5 സൈനികർ കൊല്ലപ്പെട്ട വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വന്നത്. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് സൈന്യം നടത്തിയ തിരിച്ചടി തുടരുകയാണ്. കത്വ പട്ടണത്തിൽ നിന്ന് 124 കിലോമീറ്റർ അകലെയുള്ള ബദ്നോട്ട ഗ്രാമത്തിൽ സൈനിക വാഹന വ്യൂഹം എത്തിയപ്പോൾ ലൈറ്റ് ഹെവി വാഹനങ്ങൾ അടങ്ങുന്ന ആർമി പെട്രോളിങ്ങിന് നേരെ 2 ദിശകളിൽ നിന്ന് വെടിവെപ്പുണ്ടായതാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30ഓടെയാണ് സംഭവം നടന്നത്. ഒരു വശത്ത് കുന്നും മറുവശത്ത് കുത്തനെയുള്ള ചരിവുമുള്ള സ്ഥലത്താണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. മലയോരത്ത് നിന്നാണ് അക്രമികൾ ഇറങ്ങിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. തീവ്രവാദികളുടെ വെടിവെപ്പിന്റെ ആഘാതത്തിൽ ഒരു സൈനിക ട്രക്ക് പൂർണ്ണമായും തകർന്നു. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട 4ാമത്തെ സംഭവമാണിത്. ജൂലൈ 6-7 തീയതികളിൽ ദക്ഷിണ കശ്മീരിൽ 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി 6 തീവ്രവാദികളും 2 സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ശനിയാഴ്ച രാവിലെ രജൌരിയിൽ നടന്ന ആക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റിരുന്നു. നേരത്തെ ജൂൺ 11-12 തീയതികളിൽ നടന്ന ഇരട്ട ഏറ്റുമുട്ടലിൽ 2 തീവ്രവാദികളും ഒരു CRPF ജവാനും കൊല്ലപ്പെടുകയും 6 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മു മേഖലയിലെ ഇരട്ട താഴ്വരകളായ ചിനാബ് താഴ്വരയും പിർപഞ്ചൽ താഴ്വരയും ഈ വർഷം വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. തീവ്രവാദി ആക്രമണങ്ങൾ തുടരുന്നതിനിടെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ചാവേർ ആക്രമണത്തിന് തീവ്രവാദികൾ തയ്യാറെടുക്കുന്നതായി അറിയിച്ച ജമ്മു കശ്മീർ പോലീസ് രജൌരി, പുഞ്ച് ബെൽറ്റിലും ജമ്മു ജില്ലകളിലും സുരക്ഷാ സംവിധാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ജമ്മു ജില്ലയിലെ സുന്ദർബാനി, നൌഷേര, ലംബേരി, അക്നൂർ, ഡൊമാന എന്നീ പ്രദേശങ്ങളിലും സുരക്ഷാ സേനാ ക്യാമ്പുകൾ, ഇൻസ്റ്റലേഷനുകൾ എന്നിവയ്ക്ക് നേരെയും തീവ്രവാദികൾ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നും വിവരം ലഭിച്ചുവെന്ന് സേന അറിയിച്ചു. കഴിഞ്ഞ 5 ദിവസത്തിനിടെയുണ്ടായ 4 ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. ജമ്മു കശ്മീർ സമാധാനപരമായിരുന്നു എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ പൊളിക്കാൻ തീവ്രവാദികൾ അക്രമത്തിന്റെ വേദി ജമ്മു മേഖലയിലേക്ക് മാറ്റുന്നതിലൂടെ പുതിയ തന്ത്രം സ്വീകരിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ലഡാക്കിലെ സായുധ സേനയെ പുനർവിന്യസിച്ചതും ജമ്മു മേഖലയിലെ രഹസ്യാന്വേഷണ ശൃംഖലയുടെ തകർച്ചയും തീവ്രവാദ ആക്രമണങ്ങളുടെ ആവൃത്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള കശ്മീരിൽ നിന്ന് വ്യത്യസ്തമായി തീവ്രവാദി ആക്രമണം മുസ്ലിങ്ങളും ഹിന്ദുക്കളും സമ്മിശ്ര ജനസംഖ്യയുള്ള ജമ്മുവിൽ വർഗീയ സംഘർഷം ആളിക്കത്തിക്കാൻ ഇടയാക്കിയേക്കുമെന്ന ആശങ്കയുമുണ്ട്. കശ്മീരിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദി ആക്രമണങ്ങളെ അപലപിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ രംഗത്തു വന്നു. ജമ്മു കശ്മീരിൽ നടന്ന മറ്റൊരു ഭീകര ഏറ്റുമുട്ടലിൽ നമ്മുടെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവർക്ക് എന്റെ എളിയ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങളെ എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഭയാനകമായ സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സംഭവിക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരവും ആശങ്കാജനകവുമാണ്. നിരന്തരമായ ഈ ഭീകരാക്രമണങ്ങൾ ജമ്മു കശ്മീരിൽ എന്താണ് നിലവിലെ സാഹചര്യം എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. BJPയുടെ തെറ്റായ നയങ്ങളുടെ ഭാരം പേറുന്നത് നമ്മുടെ സൈനികരും അവരുടെ കുടുംബങ്ങളുമാണ്. ആവർത്തിച്ചുള്ള സുരക്ഷാ വീഴ്ചകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഓരോ ദേശസ്നേഹികളായ ഇന്ത്യക്കാരും ആവശ്യപ്പെടുന്നു എന്നും രാഹുൽ എക്സിൽ കുറിച്ചു. കശ്മീരിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ നടത്തിവന്ന അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ അടിക്കടി ആവർത്തിക്കുന്നത് അത്യന്തം ആശങ്കയുണ്ടാക്കുന്നു എന്ന് പറയാതെ വയ്യ.